ഒരു 5 മിനിറ്റ് പോലും തികച്ചു വേണ്ട നമ്മുടെ ഈ ചമ്മന്തി ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ചോറിനും, അപ്പത്തിനും, ഇഡ്ഡലിക്കും, ദോശയ്ക്കും ഒക്കെ ബെസ്റ്റ് സൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ല കിടിലൻ ടേസ്റ്റുള്ള ചമ്മന്തിയാണേ. അപ്പൊ അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദാ ഒരു 4, 5 വറ്റൽമുളകും കൂടി എടുത്തിട്ടുണ്ട് ട്ടോ. കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഈ മുളക് വെള്ളത്തിലിട്ട് കുതിർത്തൊന്നുമല്ല ട്ടോ. അല്ലാതെ തന്നെ ഡയറക്റ്റ് ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് തന്നെ ഒന്നുകൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പൊ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് പേസ്റ്റ് പോലൊന്നും അരയ്ക്കണ്ട. ദാ ഇതേപോലെ ചെറിയൊരു തരിതരിപ്പ് നിർത്തിയിട്ട് അരച്ചെടുത്താൽ മാത്രം മതി. കണ്ടോ? നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോ മറ്റൊരു ബൗളിലേക്ക് മാറ്റി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടാക്കിയതും ദാ നമ്മുടെ ഈ ചമ്മന്തിയിലേക്ക് ചേർത്ത് മിക്സ് ആക്കിയാലുണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ദാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചമ്മന്തിയുടെ പരിപാടി എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി തന്നെയാട്ടോ. നമ്മുടെ കുഞ്ഞുള്ളി ഒന്നുകൂടെ തൊലി കളഞ്ഞെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. അപ്പൊ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂട് ചോറിന്റെയോ കഞ്ഞിയുടെയോ അപ്പത്തിന്റെയോ ദോശയുടെയോ ഒക്കെ കൂടെ ബെസ്റ്റ് സൈഡായിട്ട് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക.